ഇന്ന് വിജയത്തിൽ എത്തിച്ചേർന്നവരെല്ലാം തന്നെ ഒരിക്കൽ പരാജയത്തിന്റെ കൈപ്പ് അനുഭവിച്ചവരാണ്. കാണാം, പരിചയപ്പെടാം ഒരു പ്രതിഭയെ സല്ലാപത്തിലൂടെ. സല്ലാപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗസ്റ്റ് നർത്തകിയും കഥകളി ആർട്ടിസ്റ്റുമായ ശോഭന സുശീലാണ്. ലെറ്റ്സ് വെൽക്കം ഹർ. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഡാൻസറാണ്, കഥകളി ആർട്ടിസ്റ്റാണ്, കൂടുതൽ പഠിച്ചിരിക്കുന്നത് കഥകളിയാണ് അല്ലേ? കുട്ടിക്കാലത്തെ കുറിച്ച് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. പഠനം എങ്ങനെയായിരുന്നു? ഏതൊക്കെ ഡാൻസ് ഫോംസ് ആണ് അതിനെ പഠിച്ചത്? എനിക്ക് 4 വയസ്സിൽ തുടങ്ങി ഡാൻസ് പഠിച്ചു. അപ്പം അന്ന് ഭരതനാട്യം പഠിച്ചു, ഫോക്ക് ഡാൻസ് പഠിച്ചു. കുറച്ചും കൂടെ കഴിഞ്ഞ് മുതിർന്നതിന് ശേഷം ഓട്ടംതുള്ളൽ പഠിച്ചു. അപ്പം ഇതൊക്കെയാണ് കുറേ കാലം കൊണ്ടു നടന്നത്. പിന്നെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അപ്പം എനിക്ക് കഥകളി പഠിക്കാൻ ഒരു മോഹം തോന്നി. അങ്ങനെ വെച്ചാൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ നാട് കഥകളിക്ക് ഫേമസ് ആണ്. അതായത് റിയോ ലരങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ വെക്കേഷന് അവിടെ പൂരം നടക്കുമ്പോൾ പോകും. അപ്പോൾ അവിടെ വെച്ചിട്ട് കഥകളി കാണുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും പായൊക്കെ കൊണ്ടുപോയിട്ട് കിടന്നുറങ്ങും. പക്ഷെ ഞാനിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഭയങ്കര എന്തോ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നും കുട്ടിക്കാലത്ത്. പക്ഷെ അന്നൊന്നും പഠിക്കണം എന്ന് തോന്നിയില്ല. പിന്നെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് കഥകളി പഠിക്കണം എന്ന് തോന്നി. അപ്പോൾ ആശാൻ വീട്ടിലൊന്ന് പഠിപ്പിക്കുകയത്. ആശാനൊന്ന് RLVയിൽ പഠിച്ചുകൊണ്ടിരിക്കുക, തൃപ്പൂണിത്തുറ RLV അക്കാഡമി ഉണ്ടല്ലോ, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈനൽ ഇയർ ആയിട്ടില്ല, ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയിട്ടുള്ളൂ ആശാൻ. അപ്പോൾ ആശാനെ വിളിക്കണം, എന്നെ വിളിക്കാൻ ഇഷ്ടമായിരുന്നില്ല. മാഷെന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്നത്. ഞാൻ വീട്ടിൽ വന്ന് പഠിപ്പിച്ചു. ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം പേരൻസിന് വലിയ ആഗ്രഹമാണ് കുട്ടികൾ പഠിച്ചാണ്. കഴിഞ്ഞ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഇതിനോട് വലിയ കമ്പം അല്ലേ? അങ്ങനെ ആരെങ്കിലും കഥകളി ഉള്ള ആൾക്കാരുണ്ട്? ശരിക്കും പറഞ്ഞാൽ ആരും ഇല്ല. കഥകളി ഭ്രാന്തൊന്നും ആരും ഇല്ല. പൊതുവെ അങ്ങനെ കലകളോട് താല്പര്യം, ഇതിനു വേണ്ടി കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ ഇതിനോട് കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയാൻ ആരുമില്ല. അപ്പം ഞാൻ ഇതൊക്കെ പഠിക്കണം എന്ന് പറയുമ്പോൾ വീട്ടുകാർ ഇൻട്രസ്റ്റ് കാണിച്ച് പഠിപ്പിക്കും. അങ്ങനെയാണ് കഥകളി പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നാച്ചുറലി അവരങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ കളിച്ചു. അങ്ങനെ കുറേ വേദികളിൽ കളിക്കാൻ പറ്റി. ഞാൻ ഗ്യാപ്പ് വന്നു. നാച്ചുറലി മാരേജ് അങ്ങനെയൊക്കെ വന്നൊരു ഗ്യാപ്പ് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടുകാർ, ഞങ്ങൾക്കൊരു അസോസിയേഷനൊക്കെ ഉണ്ട്, അവർ പ്രോത്സാഹിപ്പിച്ചിട്ട് വീണ്ടും പുറത്തെടുത്തു. അപ്പോഴും ആദ്യത്തെ പോലെ കണ്ടിന്യൂസ് ഒന്നും കളിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഇങ്ങനെ കുറച്ചായിട്ട് ഓരോ വേദികളിൽ അങ്ങനെ കളിച്ചു. ഇപ്പം എനിക്ക് വീണ്ടും സീരിയസ് ആയിട്ട് വീണ്ടും തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. പഠനം ഇതിനോടൊപ്പം തന്നെ കൊണ്ടുപോയി. അപ്പം അതിനോടൊപ്പം രണ്ടോട് ഒരുമിച്ച് അന്ന് തന്നെ കൊണ്ടുപോകാൻ പറ്റി. അത് കുഴപ്പമില്ലായിരുന്നു. കാരണം അതൊരു ടൈം ടേബിളിന്റെ ഭാഗമാക്കി മാറ്റി. പിന്നെ പാട്ടും പഠിച്ചു ഇതിനോടൊക്കെ, അതും പഠിച്ചു. പിന്നെ നമുക്ക് എന്തോ ദൈവാനുഗ്രഹം. പിന്നെ അങ്ങനെ പാട്ട് പഠിച്ചു. പാട്ടും കുറച്ച് അത് ഈ പറഞ്ഞ അതിന് വേണ്ടി സീരിയസ് ആയിട്ട് എനിക്ക് കുറേ സ്ഥലത്തൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. പാട്ടൊന്നും ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ അങ്ങനെ ക്ലാസിക്കൽ അങ്ങനെ പാടുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ട് പറഞ്ഞ ഇടയ്ക്ക് ടീച്ചിങ് ഉണ്ടായിരുന്നു എനിക്ക്, അക്കാഡമിക്. അത് കഴിഞ്ഞിട്ട് പഠിപ്പിച്ചിരുന്നത് ഹയർ സെക്കൻഡറി ഇംഗ്ലീഷാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ വോക്കൽ കോഡിന് പ്രോബ്ലം വന്നു. അത് വന്നപ്പോൾ എനിക്ക് ഒട്ടും സ്ട്രെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ പഠിപ്പിക്കല് പാട്ട് ഏതെങ്കിലും കൊണ്ടാടുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പഠിപ്പിക്കല് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇപ്പൊ അത്യാവശ്യം വേണമെങ്കിൽ ട്യൂഷൻസ് എടുക്കാം ലെവലിലേ ഇപ്പൊ പറ്റുന്നുള്ളൂ. എനിക്ക് ഞാൻ സ്ത്രീ വേഷം ചെയ്തിട്ട്, പച്ചവേഷം ചെയ്തിട്ടല്ല, കത്തിവേഷം ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ മാഷ് പറയുന്നത് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഇതിലും ചെറുതായിരുന്നു. താങ്ക് യു. അപ്പോൾ എന്താ വെച്ചാൽ വലിയ കിരീടം വെക്കണം ഈ കത്തിവേഷമാകുമ്പോൾ. അപ്പൊ മാഷ് പറഞ്ഞു അതിനുള്ള ഒരു ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോ രണ്ടാമത് തുടങ്ങുമ്പോൾ എനിക്കത് പഠിച്ചാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ കൂടുതലിഷ്ടം എനിക്ക് പച്ചവേഷം ആണ് കൂടുതലിഷ്ടം. അതിൽ കൂടുതലിഷ്ടം കൃഷ്ണന്റെ വേഷം. അതാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. വീട്ടിലൊരാള് ഇത്രയും അധികം കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴത്തേക്കും നാച്ചുറലി അവിടെ വലിയൊരു സപ്പോർട്ട് ഉണ്ടാവും. ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡ്, പേരൻസ് ആണെങ്കിൽ പേരൻസ്. ചേച്ചിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവാണ്. അദ്ദേഹം എന്തെടുക്കുന്നു? ഹസ്ബൻഡ് ശരിക്കും ഇത് രണ്ടാമത് ഞാൻ പുറത്തെടുക്കാനുള്ള കാരണം കൂടുതലും ഹസ്ബൻഡിന്റെ സപ്പോർട്ട് തന്നെയാണ്. ഹസ്ബൻഡ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസിലായിരുന്നു, റിട്ടയർ ചെയ്തു. ഇപ്പം ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ്റെ ഓഫീസിൽ പ്രൊഫഷണൽ എക്സ്പേർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു. പുള്ളി ഫ്ലൂട്ട് വായിക്കും.
ഓ ശരി ശരി ശരി. അപ്പോൾ ഹസ്ബൻഡാണ് എന്നോട് പറഞ്ഞത്, ഇനിയിപ്പം നമ്മൾ മടിച്ചിരുന്ന കാര്യമില്ല, അപ്പം വീണ്ടും പുറത്തേക്ക് എടുക്കാം, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ രണ്ടാമത് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡാണ് സപ്പോർട്ട് ചെയ്യും. പിന്നെ എൻ്റെ അമ്മ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. ഫാദർ മരിച്ചുപോയി, ഫാദർ നല്ല സപ്പോർട്ടായിരുന്നു. മക്കളെ കുറിച്ച് 2 പെൺകുട്ടികളാണ്, 2 പേരും മാരേജ് കഴിഞ്ഞു. മൂത്താള് മുംബൈയിലാണ്, രണ്ടാമത്തെ ആള് ഷാർജയിലാണ്. 2 പേർക്കും അമ്മയുടെ എന്താ കിട്ടിയിരിക്കുന്നത്? കിട്ടിയെന്ന് വെച്ചാൽ 2 പേരും ഡാൻസ് പഠിച്ചിട്ടുണ്ട്, അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് മോഹിനിയാട്ടം പഠിച്ചു കേട്ടോ. അതിപ്പോഴാ വെച്ചാല് മൂത്ത മോള് പഠിച്ചപ്പോ കൂടെ പഠിച്ചതാ. കൂടെ പഠിച്ചില്ല, അതവിടെ സമ്മതിക്കില്ല. അമ്മ എങ്ങാനും 2 സ്റ്റെപ്പ് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ഞാനത് സെപ്പറേറ്റ് പഠിച്ചു ആ മാഷിന്റെ അടുത്ത് തന്നെ. നമ്മുടെ നെയ്ബറായിരുന്നു, മറ്റേ കല്യാണിക്കുട്ടിയമ്മയുടെ മകളുടെ ശിഷ്യനായിരുന്നു, നമ്മുടെ അടുത്താ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി പഠിക്കണം എന്ന് പറഞ്ഞു, ദക്ഷിണ കൊടുത്ത് അത് പഠിച്ചു. അത് 2-3 വേദികളിൽ കളിച്ചു. അപ്പൊ അവര് അരങ്ങേറ്റം കഴിഞ്ഞിട്ട്, അപ്പൊ മൂത്ത മോള് ശരിക്കും അഡ്വക്കേറ്റ് ആണ്. അപ്പൊ അവള് കോട്ടയത്തെ പഠിച്ചിരുന്നു. അപ്പൊ ഡെയിലി പോയി വരുന്നോണ്ട് അതൊന്ന് നിന്നു. പിന്നെ പുള്ളിക്ക് കൂടുതൽ താല്പര്യം വെച്ചാൽ ലിറ്റററി ഇതിനോടാണ് ഇൻട്രസ്റ്റ്, ക്വിസ്, പിന്നെ ഇത് അതെ അതെ. ചെറിയ ആള് പാട്ടിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവളും ഡാൻസ് നിർത്തി. 2 മക്കൾക്ക് വന്നു ചേർന്ന ആൾക്കാരോ? അവരും അതെ നന്നായിട്ട് പ്രോത്സാഹിക്കും. മൂത്താളുടെ ഹസ്ബൻഡ് എഞ്ചിനീയറാണ്, മറ്റേ രണ്ടാമത്തെ ആളുടെ ഹസ്ബൻഡ് അവര് ഷാർജയിലാണ്. അവര് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പക്ഷെ അവര് ഇപ്പൊ മൂത്തവള് അടുത്ത് അവിടെ അവരുടെ ഒരു മുംബൈയിലാണ് താമസിക്കുന്നത്, അവിടെ എന്തോ അവിടെ കളിച്ചു. ഇപ്പൊ ചെറിയ ആളുടെ അവിടെ എന്ന് വെച്ചാൽ അവിടെ എല്ലാവരും പാട്ടുകാരാ. അവളുടെ ഹസ്ബൻഡ് പാടും, ഹസ്ബൻഡ് അച്ഛൻ പാടും, സിസ്റ്റർ പാടും, ഹസ്ബൻഡ് ബ്രദേഴ്സ് ഒക്കെ പാടും. അറേഞ്ച് മാരേജ് അല്ലേ? അതെ. നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നോ? അതായത് മക്കൾക്ക് ഇതിനോടൊക്കെ ടേസ്റ്റ് ഉള്ള ആൾക്കാർ? അല്ല, ഇതിപ്പം എന്റെ രണ്ടാമത്തെ മോളെ മാരേജ് ചെയ്തിരിക്കുന്ന ഹസ്ബൻഡ് റിലേറ്റീവ് ആണ്. അറിയായിരുന്നു ചാലോനിയിട്ട് തന്നെ വന്നതാണ്. അപ്പൊ എന്താ ചിലപ്പോ പാട്ട് എനിക്ക് പണ്ടെന്ന് വെച്ചാൽ ഇവരുടെ പാട്ട് പോകരുത്, അങ്ങനെയുള്ള ഒരാളായിരിക്കണം മാരേജ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവൾക്കും ഇങ്ങനെ തന്നെയായിരുന്നു, ഒരു പാട്ട് അറിയാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്, പാടുമ്പോ മൂളിപ്പാട്ടെങ്കിലും പാടുമ്പോ നൃത്തം പറയുന്നത് അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പൊ ഇവരും ഇപ്പൊ ഫാമിലി വൈസ് ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, പാടുകയൊക്കെ ചെയ്യും. അപ്പൊ അതിന് വലിയ സന്തോഷം. അപ്പൊ അവളവിടെ മലയാളി അസോസിയേഷനിൽ പാടണം എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവള് BSc വിഷ്വൽ മീഡിയ പഠിച്ചു, പിന്നെ എഡിറ്റിങ്ങിന്റെ കോഴ്സ് വേറെ പഠിച്ചു. അല്ല, അവള് കേരള വിഷനിൽ വർക്ക് ചെയ്തിരുന്നു കുറച്ച് നാള്. പിന്നെ ക്യാമറ ചെയ്യും, ഫോട്ടോഗ്രാഫി. അത് പഠിച്ചിട്ടില്ല, ബട്ട് മൂത്ത മോളുടെ മാരേജിന്റെ ഇതൊക്കെ ചെയ്തത് അവളാണ്, ഔട്ട്ഡോർ ചെയ്തത് അവളാണ്. ഇനിയിപ്പോ ഈ ഒരു സമയത്ത് പുറത്തു പോയി പെർഫോം ചെയ്യുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം, ഇപ്പോഴല്ല, കല്യാണത്തിന് മുമ്പ് ഞാൻ പെർഫോം ചെയ്തിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ രാവിലെ വരെ ഉണ്ടാവും കഥകളി, സാധാരണ അമ്പലങ്ങളിൽ പോകുമ്പോൾ. അതാണ്. അപ്പൊ ഞാനും അച്ഛനും അമ്മയും കൂടിയാണ് പോവുക. അപ്പോൾ നമ്മൾ ബാഗൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകും, രാവിലെ വരും. അപ്പോൾ കുറച്ചൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കോർണറിൽ നിന്നൊക്കെ ഉണ്ടാവും, രാവിലെ പോയി രാവിലെ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ടില്ല ഓപ്പണായിട്ട്, കുറച്ചൊക്കെ കേട്ടോ, എന്നാലും ഭയങ്കരമായിട്ടൊന്നും ഇല്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ആരും അങ്ങനെ കേട്ടിട്ടില്ല. ഇടപെടാൻ വരില്ലല്ലോ, പിന്നെ നോക്കാൻ ആളുണ്ട്, അയാൾക്ക് ഇഷ്ടമാണ്, കൊണ്ടുപോകുന്നു. ഒരു നമ്മൾക്കൊരു ലേബലുണ്ട്, ഹസ്ബൻഡ് ഉണ്ടല്ലോ, അങ്ങനെ. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു നാച്ചുറൽ വരാം, അങ്ങനെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച്. പക്ഷെ ഇപ്പൊ നല്ല പ്രോത്സാഹനം, ഇപ്പൊ നമ്മുടെ അസോസിയേഷനിൽ തന്നെ എല്ലാവരും പറയുന്നുണ്ട്, നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ എല്ലാം കുറച്ച് കുറച്ച് കൊണ്ടു നടക്കുന്നുണ്ട്. തിരുവാതിര മാല ടീച്ചറിന്റെ അടുത്ത് പഠിക്കുന്നുണ്ട്, ഒരു സീരിയലിലൊന്നും മോഹം കാണിച്ചിട്ടുണ്ട് കുറച്ച്. ശരി ശരി. ഈ വേദിയിൽ തന്നെ നിറയെ കഥകളി ആർട്ടിസ്റ്റ് ഈയിടെ ആയിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്രയും മാത്രം ലേഡി ആർട്ടിസ്റ്റ് ഉണ്ടെന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത്. പിന്നെ ചേച്ചിയെ പോലുള്ള വളരെ ഈ കഴിഞ്ഞ ജനറേഷൻ എത്രമാത്രം പുതിയ കുട്ടികൾ ഇതിലേക്ക് വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ചേച്ചിയുടെ പ്രായത്തിലുള്ള ഒരു കുറെ പേരെ ഞാൻ പരിചയപ്പെട്ടു. അവർക്കൊക്കെ ഭയങ്കര പാഷനാണ് കഥകളിയോട്. അത് തൃപ്പൂണിത്തുറ ഭാഗത്ത് ഒരു വനിതാ കഥകളി സംഘമുണ്ട്. അതെ. അപ്പൊ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതിനിടയ്ക്ക് ഒരു കഥകളി പഠിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നിരുന്നു. എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിരുന്നു. അപ്പൊ കുറച്ചാളൊരു ബെഡ് റെസ്റ്റ് ഒക്കെ ബസ് ആക്സിഡന്റ് ആയിരുന്നു. ബസ്സിൽ നിന്ന് കുറച്ച് തെറിച്ചു പോവുകയൊക്കെ ചെയ്തു. കുറച്ചാള് ബെഡ് റെസ്റ്റ് ഒക്കെ ആയിരുന്നു.
ഹിപ്പിന് ഫ്രാക്ചർ വന്നിട്ട്. അപ്പോൾ കുറച്ച് നാളത് ഗ്യാപ്പ് വന്നു. അപ്പൊ ഈ വനിതാ സമൂഹത്തിൽ അവിടെ വിളിച്ചിരുന്നു, അവരുടെ ഗ്രൂപ്പിൽ വിളിച്ചിരുന്നു. അപ്പോഴാണ് എനിക്കിത് പറ്റിയത്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പണ്ട് സീനിയറായിട്ട് രാധിക വർമ്മയൊക്കെ, രാധിക ഞാനും കൂടെ ഞാൻ മഹാരാഷ്ട്രയിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ ഓഡിറ്റോറിയം ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. ആ ഇനോഗ്രേഷനിൽ രാധിക ഞാനും കൂടെ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എനിക്കന്ന്. ഈ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കണ്ടുണ്ട്. പിന്നെ രാധികയൊക്കെ ഭയങ്കര സീനിയർ അല്ല, നമ്മളതിലൊക്കെ സീനിയർ എന്ന് വെച്ചാൽ ഏജ് വൈസ് അല്ല ഞാൻ പറയുന്നത്. എന്നെ രാധികയൊക്കെ കുട്ടിക്കാലം തുടങ്ങിയ പഠിച്ചത് തുടങ്ങിയതാണ്. അപ്പൊ എന്റെ അങ്ങനെ രാധികയൊക്കെ ഞാൻ പറഞ്ഞില്ല, അവരുടെ കളിച്ചൊന്നും നമ്മളങ്ങനെ കളിക്കുന്നില്ല. അവരൊക്കെ അവരെനിക്ക് തോന്നുന്നു അരങ്ങത്ത് എപ്പോഴും തന്നെയാണ്, എല്ലാ സീസണിലും പോയി ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ കൊണ്ടുപോകുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ചോദിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഇപ്പൊ ഒരു വേദിയിൽ ഇപ്പൊ മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ട്, നിറയെ ഡാൻസ് ഫോംസ് പഠിച്ചിട്ടുണ്ട്, കഥകളി പഠിച്ചിട്ടുണ്ട്, ഒപ്പം പാട്ടും ഇഷ്ടമാണ്, തിരുവാതിര കളിക്കും. ഇത്രയും കാര്യങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷനും ഒരു വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുന്നത് കഥകളി തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് മറ്റതൊക്കെ സൈഡിലേക്ക് മാറ്റിയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുള്ള ഇതിനോടുള്ള പാഷൻ തന്നെയാണ്. അത് ആക്ച്വലി പെർഫോമൻസ് എവിടെയെങ്കിലും ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് കളിച്ച April 17 ഞങ്ങളുടെ അമ്പലത്തിൽ കളിച്ചിരുന്നു. ശരിക്ക് ഈ അമ്പലത്തിൽ കളിച്ചത് 2004 ലാസ്റ്റ് കളിച്ചത് ഈ വേഷം. 2004 കളിച്ചിട്ട് പിന്നെ ഇപ്പം അന്ന് CD എടുത്തിട്ടുണ്ട്. അപ്പം ഞാനെന്ത് ചോദിച്ചാൽ അതിട്ട് നോക്കി നമ്മുടെ ആ ചേഞ്ചസ് നമുക്ക് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ വാച്ചിങ് ഉണ്ട് കേട്ടോ, എനിക്ക് നന്നായിട്ട് വാച്ച് ചെയ്യും. എനിക്ക് അധികം വേദികൾ കിട്ടുന്നില്ലെങ്കിലും ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം നെറ്റിലാണെങ്കിലും അല്ലെങ്കിൽ കാണും അമ്പലങ്ങളിലോ അങ്ങനെ ഉണ്ടെങ്കിലും ഒക്കെ കുറേ ആശാന്മാരുടെയൊക്കെ കുറേ കാണും. നമ്മൾ ശരിക്കും അവരുടെ നിന്നൊക്കെ ഉൾക്കൊള്ളുന്നത്, നമ്മൾ ശരിക്കും എന്താ ഒന്നുമല്ല. അപ്പം അവരുടെ നിന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടൊക്കെ നിറയെ കാണാറുണ്ട് ഞാൻ. അപ്പം എനിക്കിത് തന്നെയാണ് പാഷൻ. ശരിക്കും ഊണിലും ഉറക്കത്തിലൊക്കെ മറ്റു ഡാൻസ് ഫോംസ് ഒക്കെ ഞാൻ ശരിക്കും മറന്നു എന്ന് തന്നെ പറയാം. എത്ര വീട്ടമ്മമാര് ഈ പ്രോഗ്രാം കാണുന്ന ആൾക്കാരായാലും ശരി, അവരുടെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ പല പല ആഗ്രഹങ്ങൾ ഉറകെ കിടക്കുന്നുണ്ടാവും. അത് എന്താ പറയുക, ഞാൻ കല്യാണം കഴിച്ചു പോയി അല്ലെങ്കിൽ കുട്ടിയാന്നുള്ള പേരില് കളയാതെ കുട്ടിക്കൊപ്പം ഒരു കല പഠിക്കാനായിട്ടുള്ള ഒരു മനസ്സെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ എനിക്ക് എൻ്റെ ബ്രദറിന്റെ മോളുണ്ട്, അവള് ഭയങ്കര ഡാൻസറാണ്. അവള് ഭരതനാട്യം, മോഹിനിയാട്ടം എല്ലാം കഥകളിയും പഠിച്ചു. പക്ഷെ അവള് കഥകളി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല. അവള് പക്ഷെ കുച്ചിപ്പുടിയാണ്. ഞാൻ ഈ കഥകളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അവള് കുച്ചിപ്പുടിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഭയങ്കര ഡാൻസറാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സന്തോഷം ഇവിടെ എത്തി ഞങ്ങളുടെ അടുത്ത് ഇത്രയും അനുഭവങ്ങൾ പങ്കുവച്ചതിന്. ചേച്ചിക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുകയാണ്. അപ്പൊ എന്നെ വിളിച്ചതിലും സന്തോഷം. അവർ പ്ലസ്. താങ്ക് യു.